സ്ത്രീക്കും രാജകുമാരനോടൊപ്പം ജീവിക്കണമെങ്കിൽ അവൾ അനവധി പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരുമായിരുന്നു. Let's decode this art. പക്ഷേ ഒരാളും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥ സ്നേഹം കണ്ടെത്താനായി ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ചു. രാജാവിനെ കണ്ടെത്താൻ കഴിയാത്ത യഥാർത്ഥ സ്നേഹമാണ് ഒട്ടും തന്നെ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരു സ്ത്രീ രാജാവിന്റെ ഇമോഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഇമോഷണൽ സ്ലേവായി റിമൈൻ ചെയ്യുക എന്നുള്ളത്. നഗരത്തിലൊരു പെൺകുട്ടി ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിനായി വിവാഹ പന്തെറിഞ്ഞു. നേരെ ആ ഭിക്ഷക്കാരന്റെ അഥവാ രാജകുമാരന്റെ കയ്യിൽ പോയി വീണു. അങ്ങനെ പെൺകുട്ടി അവനെയാണ് സ്വന്തം ഭർത്താവായി തിരഞ്ഞെടുക്കിയത്. ഈ സ്ത്രീയുടെ വീട്ടുകാർ വളരെയധികം ടോക്സിക് ആണ്. മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതാണല്ലേ? അവർ ആ സ്ത്രീയെ ഫിസിക്കലി, ഇമോഷണലി, മെന്റലി എല്ലാ രീതിയിലും വളരെയധികം ടോക്സിക് ആയിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആ സ്ത്രീക്ക് രാജാവിനെ കണ്ടപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ഇൻഫാക്ച്വേഷൻ, ഒബ്സഷൻ അതുപോലെ എന്തോ ഒന്ന് ഫീൽ ചെയ്തു. ആൻഡ് ദേ ആർ ഷോയിങ് ഇറ്റ് ആസ് സെൽഫ്ലെസ് ലവ്. ഒരു ഭിക്ഷക്കാരനെ കല്യാണം കഴിച്ചാൽ സമാധാനമായി ജീവിക്കാമെന്ന് തോന്നുന്നു. എന്നാൽ സ്നേഹമുള്ളവനും എല്ലാവരെയും നന്നായി മനസ്സിലാക്കാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ വളരെ പ്രധാനമായി കാണുന്ന സാധനമാണിത്, അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കും. ലിറ്ററലി അവർക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. സ്റ്റിൽ ഷീ ഈസ് കൺവിൻസ്ഡ് അറ്റ് ദ ഫസ്റ്റ് സൈറ്റ് ഇറ്റ്സെൽഫ്. അങ്ങനെ ഈ മണ്ടിയായിട്ടുള്ള സ്ത്രീ ഉത്തമ ഭാര്യയായി മാറുന്നു. പ്ലോട്ട് ഗോസ് ഓൺ ലൈക്ക് ദിസ്. അവരുടെ സ്നേഹം തെളിയിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം സഹനത്തിൽ കൂടി കടത്തിവിടുന്നു. ഈ കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് നൽകേണ്ടതെല്ലാം തിരിച്ചു നൽകണമെന്ന് അറിയില്ലേ? എങ്കിൽ ഇത് കത്തിച്ചു കളഞ്ഞേക്കാം. അവളെ തൊടാനുള്ള അധികാരം നിങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. അതിന്റെ റിവാർഡായിട്ട് ആ പുരുഷൻ വന്നിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യും. ഐസിംഗ് ഓൺ ദ കേക്ക് ഈസ് ആക്ച്വലി